150ഓളം വ്യത്യസ്തതരം വിഭവങ്ങളുമായി കുറുപ്പുംപടി സെന്റ് കുര്യാക്കോസ് കോളേജിലെ വിദ്യാർത്ഥികൾ ജനുവരി 31-ന് രുചിരം ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. കോളേജിലെ ഭാഷാ വിഭാഗമായ തൂലികയുടെ ആഭിമുഖ്യത്തിലാണ് ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത്. കുറുപ്പംപടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ജനുവരി 31 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് വരെ ഭാഷാ വിഭാഗമായ തൂലികയുടെ ആഭിമുഖ്യത്തിൽ ഫുഡ് ഫെസ്റ്റിവൽ, ഗാനമേള, വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് അറിയിച്ചു. കുറുപ്പംപടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ ധാരാളം പ്രോഗ്രാമുകൾ ഒരു വർഷം നടത്താറുണ്ട്. പക്ഷേ നടത്തുന്ന പ്രോഗ്രാമുകളിലൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള ഏറ്റവും ജനശ്രദ്ധ നേടുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്ന ഫുഡ് ഫെസ്റ്റ്. എല്ലാ വർഷവും ഫുഡ് ഫെസ്റ്റ് നടത്താറുണ്ട്. ഏതാണ്ട് 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന, ഏതാണ്ട് 200-ലധികം വിഭവങ്ങൾ ഇവിടെ നൽകപ്പെടുന്ന ഒരു വലിയ മെഗാ ഇവൻ്റാണ് ഈ ഫുഡ് ഫെസ്റ്റ്. അതിനെ രുചിരം എന്നാണ് പേരിട്ടിരിക്കുന്നത്. രുചിരം എന്ന ഫുഡ് ഫെസ്റ്റ് കോളേജിന് ചുറ്റുപാടുമുള്ള ആളുകളും ചുറ്റുപാടുമുള്ള കോളേജുകളും സമീപത്തുള്ള കോളേജുകൾ, സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, അവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് ഈ ഒരു മഹാ ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുക്കാറുണ്ട്. ഏതാണ്ട് ഈ വർഷവും നമ്മളത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഈ ഫുഡ് ഫെസ്റ്റ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഏതാണ്ട് 250 വിഭവങ്ങളാണ് 14 സ്റ്റോളുകളായിട്ട് ഇവിടെ നൽകപ്പെടുന്നത്. ഇത് ഏറ്റവും സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ഒരു മോഡറേറ്റ് റേറ്റിലാണ് ഈ വിഭവങ്ങളൊക്കെ കുട്ടികൾ തന്നെ ഉണ്ടാക്കി, കുട്ടികൾ തന്നെ അത് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി ആളുകൾ അത് വന്ന് വാങ്ങിക്കുകയും അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു, ഇവിടെ നിന്ന് കഴിക്കുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. വളരെ ഒരു വിജയപ്രദമായ ഒരു കാര്യമായിരുന്നു അത്. ഈ വർഷം അത് കൂടാതെ ഈ ഫുഡ് ഫെസ്റ്റിൻ്റെ ഒരു താളവും മേളവും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗാനമേള കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ കലാപരിപാടികളുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഗാനമേള, പ്രൊഫഷണൽ ട്രൂപ്പിൻ്റെ ഒരു ഗാനമേളയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഈ സ്റ്റോളുകളിൽ വന്ന് വരികയും നിങ്ങൾക്ക് നല്ല രുചികരമായതും അതുപോലെ തന്നെ പ്രത്യേകത നിറഞ്ഞതുമായിട്ടുള്ള ആഹാരങ്ങൾ വന്ന് കഴിച്ച് ഇതിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.